ഏറെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തരങ്ങൾ ഒരു വരി അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു فيك قد أحسنت ظني يا بشير يا نذير. എന്താണ് പറഞ്ഞു പോണത്? അങ്ങയുടെ സാധുവായ ഈ അടിമ അവിടുത്തെ വമ്പിച്ച ഔദാര്യങ്ങൾ കാംക്ഷിക്കുന്നു നബിയേ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരെ, നരകം കൊണ്ട് ഭയപ്പെടുത്തുന്നവരെ, അങ്ങയെപ്പറ്റി നല്ലത് മാത്രം ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് അതിന്റെ ബാക്കി നരകവാസികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷക, അങ്ങ് എന്നെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. വേദനാജനകമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ഞാൻ അവലംബിക്കുന്ന അഭയകേന്ദ്രമേ. അള്ളാഹിനോട് ചോദിക്കേണ്ടതൊക്കെ നബി തങ്ങളോട്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവൂല അതിലിപ്പോ എന്താ അത്ര പ്രശ്നം എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കും എത്ര വരികളിലാണെന്നറിയത്. അതിലൊന്ന് നിങ്ങൾക്ക് പറഞ്ഞട്ടെ. യാ അക്രമൽ ഖൽഖി മാലി മൻ നാലൂദു ബിഹി സിവാക ഇൻദഹു ലുൽ ഹദീസിൽ അമിമി. ബുർദത്തുൽ ബുസൂരിയിൽ കാണാം. പുളിയങ്കോട് അബ്ദുൽ മജീദ് സഖാഫി ബുർദത്തുൽ ബുസൂരി പേജ് 76 പരിഭാഷ. എന്താണുള്ളത്? സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരായ നബിയേ, വ്യാപകവും ഭീകരവുമായ ആപത്തിറങ്ങുന്ന ഘട്ടത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരുമില്ല. അല്ലാ നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്നിടത്ത് നബി തങ്ങളെ നീയല്ലാതെ വേറെ ആരുള്ളൂ, നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ ആലോചിക്കും. പടച്ചോന് ചോദിക്കേണ്ടതൊക്കെ കൃത്യമായി ആരോടാ ചോദിക്കണത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എല്ലാ കാര്യം, പാപമോചനം, അതേപോലെ ശുപാർശ, ശഫാഅത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശഫാഅത്ത് നോക്കി നിങ്ങൾ. ശഫാഅത്തുണ്ട്. മഹാന്മാര് ശഫാഅത്ത് ചെയ്യും. സിദ്ദീഖീങ്ങള്, ശുഹദാക്കള് ശഫാഅത്ത് ചെയ്യും. ഖുർആൻ ശഫാഅത്ത് ചെയ്യും. അതേപോലെ നോമ്പ് ശഫാഅത്ത് ചെയ്യും. ഷഹീദുകൾ ശഫാഅത്ത് ചെയ്യും. ഹബീബായ നബിതങ്ങൾ ശഫാഅത്ത് ചെയ്യും. നബിതങ്ങൾക്കുള്ള ശുപാർശ നബിതങ്ങൾ പരലോകത്തേക്ക് മാറ്റിവെച്ചു. എന്തിനാണെന്നറിയോ? ഈ ജനതയോടുള്ള മുഹബ്ബത്ത് കൊണ്ടാ. എല്ലാ നബിമാരും ദുനിയാവിൽ അവർക്കുള്ള ശഫാഅത്ത് പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചിട്ട് അവര് പ്രാർത്ഥിച്ചു. പക്ഷെ നബിതങ്ങൾ മാത്രം നാളെ തന്റെ ഉമ്മത്തിന് വേണ്ടി ഇത് പരലോകത്തേക്ക് മാറ്റിവെച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളുടെ ശുപാർശ ആരോടാണ് ചോദിക്കേണ്ടതെന്നറിയുമോ? നബിതങ്ങളോടല്ല. അത് തരാൻ നമുക്ക് അവകാശികളായി അർഹരായി നമ്മൾ മാറാൻ, അത് നമുക്ക് കിട്ടാൻ ചോദിക്കേണ്ടത് പടച്ച റബ്ബിനോടാ. അള്ളാഹിനോടാ ശുപാർശക്ക് വേണ്ടി തേടേണ്ടത്. എന്നെന്തുള്ളത്? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫീഖാ വഹ്ലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബി. അന്ത്യദിനത്തിൽ കനിവ് കാണിച്ചുകൊണ്ട് ഔദാര്യമായി ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണമേ. ആ ശുപാർശ പാഴായി പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് ഭയാനകമാണ്. എന്റെ നേതാവേ, ഉത്തമ നബിയേ. നിങ്ങൾ ആലോചിക്കും, നബി തങ്ങളോട് നേർക്ക് നേരെ ശഫാഅത്ത് തേടാം മങ്കൂസ് മൗലൂദിൽ. ഇനി മങ്കൂസ് മൗലൂദിൽ കാണാം. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي. എന്താ പറയണത്? എന്റെ നേതാവേ, തങ്ങളെപ്പോലെ ഞങ്ങൾക്കാരുണ്ട്. അങ്ങയുടെ ആത്മാർത്ഥ ശുപാർശയാൽ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അങ്ങ് തന്നെയാണ്. അള്ളയാണെന്ന് പറയുന്നിടത്ത് നിങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഇവിടെയാണ് നമ്മൾ രണ്ട് കണ്ടീഷൻ പാലിക്കേണ്ടിവരെ ശുപാർശയുടെ വിഷയത്തിൽ. ഒന്ന്, ഖുർആൻ പറയാണ് സൂറത്ത് അംബിയാഇന്റെ 28, 21 അധ്യായം. എന്ത്? അള്ളാഹ് കൃത്യമായി പറയാണ്, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. അവർ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവരെ ശുപാർശ ചെയ്യുന്നതല്ല. അവനോടുള്ള ബഹുമാന ഭയത്താൽ അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. നബി തങ്ങൾ തന്റെ അനുചരന്മാർക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ അനുചരന്മാരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെടണം. കള്ളൊടിക്കണോ അള്ളാന്റെ ശുപാർശ, റസൂലുള്ളാഹിന്റെ ശുപാർശ ഇട്ടു. വ്യഭിചരിക്കണോ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ശുപാർശ ഇട്ടു. ബിദ്അത്ത് ചെയ്തോ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ ശുപാർശ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടണം. രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം, ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് സുമ്മ ഇലൈഹി തുർജഊൻ. പറയുക നബിയെ, സർവ ശുപാർശയും സമസ്ത ശുപാർശയും അള്ളാഹുവിനുള്ളതത്രേ. അവകൾ അവന് പ്രയാസകരമ പ്രത്യേകമായിട്ടുള്ളതാണ്. അപ്പോൾ അവന്റെ അനുമതി കൂടാതെ ഒരാളും ശുപാർശ ചെയ്യുകയില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനാണ്. അനന്തരം നിങ്ങൾ അവങ്കിലേക്ക് മടക്കപ്പെടുന്നവരുമത്രേ. അള്ളാഹ് പഠിപ്പിക്കാം.